ഇത്ര ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടോ, പൈസ എടുത്തും കിട്ടോ? ചെല്ല്. അവൻ എന്താ പറയുക, കുറേ ദിവസമായി ഫ്രിഡ്ജൊക്കെ ഓണം വിചാരിക്കുന്ന, ഓരോ ദിവസമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് ബനിയായിട്ടിൽ പോയി ഇതാ നോക്കൂ, എന്ത് കഷ്ടപ്പാടാണ്. ഇത്രയും കഷ്ടപ്പാടറിയുന്ന ഒരാളാണ് ഞാൻ. ഇത് പിന്നെ ഈ പഴയ ചോറില്ലാത്ത കേരളത്തിൽ ഏത് പുരയുള്ളത് ഉണ്ടാ? ഇങ്ങനത്തെ പഴയ ഉപ്പേരി, പഴയ ചോറ്, പഴയ പപ്പങ്ങായി, പഴയ ഉള്ളിയില്ലാത്ത പുര ഉണ്ടാവല്ല. അതങ്ങ് കുറപ്പ്. പിന്നെ ഞങ്ങൾക്ക് തേങ്ങാ മുറി മാത്രം കിട്ടിയിട്ടാണ്, ഞാൻ മിസ്സായിപ്പോയി. പിന്നെ എല്ലാം എടുത്തിട്ട് വെച്ചതാണ്. പിന്നെ ഇത് നമ്മൾ മറ്റേ ഐസ്ക്രീമിൻ്റെ ടീനിൽ കോയിൻ്റെ കറി, കോയിൻ്റെ 2-3 ദിവസം മുന്നത്തെ കോയിൻ്റെ മഞ്ഞത്തടിയും കൂടി ഉണ്ടാവേ. അങ്ങനെയുണ്ട്. ഞാനെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്. ഇനി കയ്യതെല്ലാം ഇത്താവേ. എന്താ പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം തുടക്കുമ്പോൾ കോളെല്ലാം ക്ലീൻ ആക്കിയതാ. എന്തൊരു നിഷ്കളങ്കമായ മുഖം നോക്കുക എൻ്റെ. ഒരു ഇങ്ങനെ ഭയങ്കര ഒരു ഇത്തായിട്ടുള്ള പണിയെടുക്കുന്ന ഒരാളെ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഞാൻ എല്ലാ വീടുകളിലും വന്ന് ഫ്രിഡ്ജ് കഴുകി തരുന്നതാണല്ലോ. വെറുതെ ചെല്ലി തരുന്നത് സീരിയസ് ആക്കി ഇറട്ടാവേ. എൻ്റെ ഇത് വെക്കുന്ന ഓളാവേ. ഞാൻ വെക്കുമ്പോൾ ഇത് ഇത്ര ചന്താന്നില്ല. ഓള് വെക്കും നല്ല ചന്തായിട്ടുണ്ടാവും. ഞാൻ വെക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ അങ്ങൊരു ബിയ തീർത്തിട്ടുന്നില്ല വെക്കലാണ്. ഫൈനലി എൻ്റെ ഫ്രിഡ്ജ് ടൂർ കഴിഞ്ഞ് ഇന്നലെ ഫ്രിഡ്ജ് കഴിഞ്ഞിട്ട് ബാക്കിയാവുമ്പോൾ കസിൻസ് വന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ഇവിടെ ഒരു ഉപ്പിലിട്ടാൻ്റെ ദബ്ബി ഉണ്ടായിന്, അത് മാത്രമായിട്ട് മിസ്സിങ് ആണ്. കാരണം ഉപ്പിലിട്ടെങ്കിൽ ഒരു സാധനവും ബാക്കിയാവലില്ല.